നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ പുതിയ ATM കാർഡ് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ആക്ടിവേറ്റ് ചെയ്യാം, അതേപോലെ പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ആക്സിസ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മളുടെ വീഡിയോക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കയറാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ലോഗിൻ പേജിലെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ ഐഡിയും അതേപോലെ പാസ്വേഡും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെയിലേക്കുള്ള അവരുടെ ഹോം പേജിലേക്കാണ് എത്തുക. അപ്പോൾ ഇവിടെ മുകളിൽ നാലാമതായിട്ടുള്ള സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആ ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വന്നത് കാണാം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് കാർഡ് സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെയിലേക്കുള്ള ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ താഴെയായിട്ട് മോർ സർവീസ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴോട്ട് കുറച്ചധികം ഓപ്ഷൻസ് കൂടി ഇനേബിൾ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ടുള്ള ഈ സെറ്റ് ഡെബിറ്റ് കാർഡ് പിന്ന് എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് ആ സൈഡിൽ റെഡ് കളറിലുള്ള ഗോ എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെയിലേക്കുള്ള ഒരു പേജിലെത്തും. അപ്പോൾ ഈ പേജിലാണ് നമ്മുടെ ATM പിൻ നമ്പർ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന സെക്യൂർ ആയിട്ടുള്ള ഒരു 4 അക്ക പിൻ നമ്പർ കൃത്യമായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് റീ എൻ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. അതും നിങ്ങൾ ചെയ്തിട്ട് അതിനും താഴെയുള്ള ബോക്സിൽ നമ്മുടെ ATM കാർഡിൻ്റെ എക്സ്പയർ മന്തും ഇയറും എൻ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. അതും ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ വന്നിട്ടുള്ള OTP നമ്പർ നിങ്ങളിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുന്നതോടെ കൺഫേം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുന്നതോടെ നമ്മുടെ പ്രോസസ്സ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇന്നലെയിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ പിൻ നമ്പർ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.